നമ്മളിനി അതിഥികളിലേക്ക് പോവുകയാണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പലതവണ നമ്മൾ കേട്ട വാർത്തയാണ്. ഈ അടുത്ത കാലത്ത് ഇത് വീണ്ടും കേട്ടു. ഇപ്പോൾ സ്ത്രീകളടക്കം ജിമ്മിൽ പോയി വർക്കൗട്ട് നടത്തുന്നത് പതിവായിട്ടുണ്ട്. ബോഡി ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിരിക്കാൻ ഇത് നല്ലതുമാണ്. എന്നാൽ ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ വന്നിട്ടുണ്ടാകാം. താൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ ശരിയാണോ, അത് തൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമോ എന്നൊക്കെ. ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. അതിഥികളായി ചേരുന്നത് കഴക്കൂട്ടം AJ ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ശ്രീലക്ഷ്മി എസ്, കേരള സംസ്ഥാന സ്ഥാപനമായ അസാപ്പിലെ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ട്രെയിനറായ ശ്രീ R അൻവർ എന്നിവർ ചേരുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഞാൻ ആദ്യം അൻവർ സാറിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഫിറ്റ്നസ് വിചാരിച്ചുകൊണ്ട് ജിമ്മിലേക്ക് പോകുന്ന രണ്ട് തരക്കാരാണല്ലോ. സ്ഥിരമായി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെറുതിൽ മുതൽ ജിമ്മിൽ പോയി അങ്ങനെ വരുന്നവരുമുണ്ട്. പിന്നീട് പെട്ടെന്ന് ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായി അല്ലെങ്കിൽ ബോധവതികളായി ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു വാർത്തകൾ, ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ, അതിനപ്പുറം ആ വീഡിയോ നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട്. എന്താണ് അതിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്? തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സർസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം. ഹെൽത്ത് ചെക്കപ്പ് നടത്തിയതിന് ശേഷം മാത്രം ജിമ്മിൽ ജോയിൻ ചെയ്യുക. ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി, ഏത് ടൈപ്പ് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള എല്ലാ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആ ഡോക്ടർ നിങ്ങൾക്ക് തരും. ആ പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയിൽ മാത്രമേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാവൂ. പിന്നെ ഫിറ്റ്നസ് ജേർണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ആണ്. ചെന്നുടനെ വലിയ വെയിറ്റ് എടുക്കുക, ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രോഗ്രസീവ് ഓവർലോഡിങ്, അതായത് വളരെ ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് പോകുന്നൊരു ജേർണിയാണ് ഈ പറഞ്ഞ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജിംനേഷ്യത്തിൻ്റെ സൈഡിൽ നിന്നും ജിം ട്രെയിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി, ഈ ക്ലയൻറ്റ് ഹൈ റിസ്കിലുള്ളൊരു ക്ലയൻ്റാണെന്ന് മനസ്സിലായാൽ ഒരു ഡോക്ടറുടെ ക്ലിയറൻസ് ലെറ്റർ മസ്റ്റ് അച്ചീവ് ചെയ്യണം. അൻവർ സാർ, അവിടെ ഒരു ഇടപെട്ട് ഞാൻ ചോദിക്കുകയാണ്. അവിടെ ഒരു സംശയം വരുന്നത്, നമ്മളിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജിമ്മുകളിലൊക്കെ ഇത് നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്. രണ്ട്, നമ്മളിൽ എത്ര പേർ, ഒരുപാട് പേർ ജിമ്മിൽ പോകുന്നവരുണ്ടാകും. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ജിമ്മ് സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രെയിനറെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ സാമ്പത്തികമായ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. എവിടെയാണ് കുറഞ്ഞ ഫീസിൽ ജിമ്മിൽ പോകാൻ പറ്റുക, കൂടുതൽ മെഷീൻസ് ഉള്ള സൗകര്യങ്ങളുള്ള ഒരു ജിമ്മ് കിട്ടുക എന്നത് മാത്രമല്ലേ പലരുടെയും ഒരു കൺസേൺ ആയി വരുന്നത്. മാഡം, നമ്മളങ്ങനെ ചിന്തിക്കരുത്. കാര്യം ഇതൊരു മോഡേൺ വേൾഡാണ്, മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു 10-70 വർഷം ജീവിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി കണ്ടീഷനായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ജിംനേഷ്യത്തിലോ ഒരു ട്രെയിനർ പ്രോപ്പറായിട്ട് സർട്ടിഫൈഡ് അല്ലാത്തൊരു ട്രെയിനറുള്ള ജിമ്മിലോ കൊണ്ട് നമ്മുടെ സെറ്റ് വെച്ച് കൊടുക്കരുത്. ഒരു ഹോസ്പിറ്റലിൽ നമ്മളങ്ങനെ പോകത്തില്ലല്ലോ, ഒരു ഹോട്ടലിൽ നമ്മളങ്ങനെ പോകത്തില്ലല്ലോ, ഏറ്റവും നല്ല സ്ഥലത്തല്ലേ പോകത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും വളരെ കെയർഫുള്ളായിരിക്കണം. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ട്രെയിനറുള്ള ജിമ്മിൽ പോവുക, ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സുള്ള ജിമ്മിൽ പോവുക. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള PT, പേഴ്സണൽ ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാമുണ്ട്. നിങ്ങളൊരു PT എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1-on-1 അസിസ്റ്റൻസ് കിട്ടും. നിങ്ങളുടെ കൂടെ തന്നെ ഒരാളുണ്ടാവും. മിനിമം ഒരു 3 മന്തെങ്കിലും നിങ്ങളൊരു PT ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാവും. അതിന് ശേഷം നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാവുന്നതാണ്. അത് ഈ പൊസിഷനിങ് മാത്രമല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട, നമ്മുടെ ശരീരത്തെ അറിയുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ കാറ്റഗറി ആയി തിരിച്ചുകൊണ്ടുള്ള അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. നമ്മളിപ്പോൾ ഇതിനകത്ത് അഡൽ പ്രീ എക്സർസൈസ് സ്ക്രീനിങ് സിസ്റ്റം എന്ന് പറയും. ഒരു 7 ക്വസ്റ്റ്യനറുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിലൊരു ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ നിങ്ങളെ ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഈ ഹെൽത്ത് റിലേറ്റഡ് ഡോക്യുമെൻ്റ് കഴിയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനകത്ത് നിങ്ങൾ എസ് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ക്ലിയറൻസ് വാങ്ങണം. വാങ്ങിയാൽ മാത്രമേ നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യാവൂ, ആ ജിംനേഷ്യത്തിൽ എടുക്കാവൂ. അത് ജിംനേഷ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ക്യാഷിന് വേണ്ടിയിട്ട് അവരെ ചുമ്മാ ആസ്പയർ ചെയ്യരുത്. ആസ്പിറേറ്റ് ചെയ്യരുത്, ശ്രദ്ധിക്കുക. രണ്ടാമത്തത് മോഡറേറ്റ് റിസ്ക് ആണ്. അവർക്ക് ലോ ഇൻറ്റൻസിറ്റിയുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. അവരും റിസ്ക്കിയാണ്, പക്ഷേ അവർക്ക് മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് നോ റിസ്ക് കാറ്റഗറിയാണ്. അവർക്ക് നമുക്ക് ഫ്രീ ടു ഗോ ആണ്, കുഴപ്പമില്ല.
അവരും ഈ പറഞ്ഞ കണക്ക് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ആയിട്ട് ചെറിയ രീതിയിൽ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്ത് വലുതിലേക്ക് കടക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ശരി. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് ജിമ്മിൽ പോകുന്നവരെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണമെന്നാണ്. അവർ നമ്മളോട് ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ ശ്രീലക്ഷ്മി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ, നമ്മളെ ഭയപ്പെടുത്തിയത് ആ CCTV ദൃശ്യങ്ങളാണ്. അതായത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, അവിടെ തന്നെ മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തുടർച്ചയായിട്ടൊരു 5-6 വർഷമായിട്ടൊക്കെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ പറഞ്ഞ ചെക്കപ്പിൻ്റെ ആവശ്യം ആദ്യമേ തന്നെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ പുതിയതായിട്ട് നമ്മൾ ജിമ്മിൽ പോകാൻ പ്ലാൻ ഇടുന്നു, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ നാളെ തൊട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബേസിക് ചെക്കപ്പുകൾ, അതായത് ഒരു ECG, ഒരു എക്കോ, ഒരു TMT, ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഈ ബേസിക് ആയിട്ട് പറയുന്ന ചെക്കപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരഘടന, നമ്മുടെ ഹൃദയം, ഇതിൻ്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വ്യക്തത വരുത്തിയിട്ട് ഇതിലേക്ക് പോകുന്നതാണ് ഏറ്റവും സേഫ്. നമുക്ക് പല പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഷുഗർ ഉള്ളവരുണ്ടാവാം, ചെറിയ പ്രായത്തിൽ type 1 ഡയബറ്റീസ് ഉണ്ട്, ചെറിയ പ്രായത്തിൽ മുതലേ ഷുഗർ ഉള്ളവരുണ്ടാവാം, പ്രഷർ ഉള്ളവരുണ്ടാകാം, ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടുന്ന കേസുകളാണ്. പിന്നെ നമ്മൾ പോലും അറിയാതെ ജനിതകമായിട്ട് ചിലർക്ക് ഹൃദയത്തിന് വലിപ്പം, സ്വാഭാവികമായിട്ടുള്ള വലിപ്പത്തെക്കാൾ കൂടിയ ഒരു കണ്ടീഷനുണ്ട്, അതായത് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ പെട്ടെന്ന് ശരീരത്തിനൊരു വാമപ്പ് കൊടുക്കാതെയോ, നേരത്തെ പറഞ്ഞ പോലെ സ്ലോ പേസിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് വാമപ്പ് ചെയ്ത് ബോഡി ഹീറ്റായി വരുന്നതിനനുസരിച്ച് ചെയ്ത് തുടങ്ങാതെ ഒറ്റയടിക്ക് ഇത് ബോഡിക്ക് ഒരു സ്ട്രെയിൻ കൊടുക്കുകയും ഹീറ്റപ്പ് ആവുകയും ഹാർട്ട് റേറ്റ് കൂടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സഡൻ കാർഡിയാക് ഫെയിൻ്റായി പോകുന്നതും കുഴഞ്ഞു വീണ് മരണം ജിമ്മിൽ തന്നെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഈ കുഴഞ്ഞു വീഴുന്ന സമയത്ത് ആ വ്യക്തിയെ നമ്മളൊന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് പുള്ളി ഒന്ന് അസസ് അതിലേക്ക് പിന്നീട് വന്നാൽ മതിയോ? അതായത് തീർച്ചയായിട്ടും അത് ഞാനൊന്ന് അൻവർ സാറിലേക്ക് പോയിട്ട് വരാം. അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് കൂടുതലും പ്രശ്നം ഹാർട്ടിനാണ് വരുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെക്കപ്പ് ചെയ്യണം എന്നാണ് ശ്രീലക്ഷ്മി മാം പറഞ്ഞത്. പക്ഷേ നമ്മൾ നോർമലി ഒരാൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ മെഷീനിലാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നാം. അത് എപ്പോഴും നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അല്ലെങ്കിൽ നമുക്കിത് പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ട്രെയിനറാണ്. തീർച്ചയായിട്ടും മാഡം, ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒരു പ്രോബ്ലവും വർക്കൗട്ട് ചെയ്യുമ്പോൾ സഡൻലി സ്റ്റാർട്ടായതല്ല. എ പ്രോബ്ലം ഓൾറെഡി ഈസ് ദെയർ. അവിടെ ഒരു പ്രശ്നം അയാൾക്കുണ്ട്, പക്ഷേ അത് തിരിച്ചറിയപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതിനാണ് ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയുന്നത്. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവർ ഈ പ്രോബ്ലം അവിടെ വെച്ചിട്ട് തിരിച്ചറിയാതെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നോർമലിൽ നിന്നും നമ്മുടെ അബ്നോർമൽ സ്റ്റേജിലേക്ക് പോകുന്നു. ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാർട്ടിന് പെട്ടെന്ന് പ്രശ്നം സംഭവിക്കാം. ഈ ജിംനേഷ്യങ്ങൾക്ക് അകത്തിറങ്ങുന്ന ഈ കൊളാപ്സ് 99% ഹാർട്ട് റിലേറ്റഡ് ആണ്. വേറെ ഒരു അവയവം കൊളാപ്സായി അവിടെ മരിക്കാനായിട്ട് അറിവുകൾ വളരെ കുറവാണ്. അപ്പോൾ ഹാർട്ടിനെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് വേണ്ട ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യുക. 1. 2, ട്രെയിനർ നോളജബിൾ ആയിരിക്കണം, അറിവുള്ളവനായിരിക്കണം, സർട്ടിഫൈഡ് ആയിരിക്കണം. മിനിമം ലെവൽ 4 സർട്ടിഫിക്കറ്റ് എങ്കിലും ഉള്ള ഒരാളായിരിക്കണം. ഇവർ കറക്റ്റ് ഇവരെ അസസ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലയൻറ്റിന്, അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ പ്രസൻറ്റ് ഫിസിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കാൻ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ മസ്കുലോ സ്കെൽറ്റൽ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മസിലിൻ്റെയും സ്കെൽറ്റിൻ്റെയും ഹാർട്ടിൻ്റെയും എയറോബിക് എൻഡുറൻസ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. അതെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ ഓരോരോ പോർഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ കോഴ്സ് ചെയ്താലാണെങ്കിൽ തീർച്ചയായിട്ടും എയറോബിക് എൻഡുറൻസ് ടെസ്റ്റ്, മസ്കുലോ സ്കെൽറ്റൽ ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ്, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് ക്ലയൻറ്റിനെ പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രമേ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാവൂ. മനസ്സിലായി? ആ പ്രോഗ്രാം ഈ ക്ലയൻറ്റിൻ്റെ ക്യാപ്പബിലിറ്റി അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം. അതും വളരെ ലോ ഇൻറ്റൻസിറ്റി, ലോ റേഞ്ചിലുള്ള വർക്കൗട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം ക്ലയൻറ്റ് പിക്കപ്പായി വരുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂട്ടി കൊണ്ടുവരിക. ഓക്കെ. ഡോക്ടർ ശ്രീലക്ഷ്മി നേരത്തെ പറയാൻ വന്നത് ഇത് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും
പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെ, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കിതപ്പ്, തലകറക്കം പോലെ വരിക, ഓക്കാനം പോലെ വരാം, ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്നു, പെട്ടെന്ന് കഠിനമായ ക്ഷീണം, നമുക്ക് ഇരുന്നാൽ മതി അല്ല കിടന്നാൽ മതി അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫറ്റീഗ് അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് ഒന്ന് റെസ്റ്റ് കൊടുത്തൊന്ന് മാറുന്നൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പിന് ഒരു അളക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ സ്മാർട്ട് വാച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ജിം എക്യുപ്മെൻറ്റ്സിൽ തന്നെ സെൻസേഴ്സ് ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റും ഹാർട്ട് റേറ്റ് എത്രയാണ്. നമുക്ക് ഇത്രയും വല്ലാത്തൊരു ക്ഷീണം പോലെ പെട്ടെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു ഹാർട്ട് റേറ്റ് 220 മൈനസ് അവർ ഏജ്, അതായത് 220 മൈനസ് ഇപ്പോൾ സപ്പോസ് ഒരു 40 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള ആളാണ് എക്സസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 വരും. 180 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഹാർട്ട് റേറ്റ്. അപ്പോൾ അതാണ് മാക്സിമം അലോഡ് ഹാർട്ട് റേറ്റ്. അതിൻ്റെ 70% ആ വ്യക്തിക്ക് പാടുള്ളൂ, അതായത് ഹാർട്ട് റേറ്റ് എത്താൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയൽ ഹാർട്ട് റേറ്റ് ഇപ്പോൾ 135 വരെ അതിലും അമിതമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഹാർട്ട് റേറ്റ് സ്ലോ ആയ ശേഷം മാത്രം അതിലേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ശരി. ഞാൻ അതുപോലെ ചോദിക്കാൻ വന്നത്, അൻവർ സാർ, ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരാൾ ഇങ്ങനെ വീഴുകയാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ചെയ്തു വരും, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരാൾ അടുത്ത് നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ട്രെയിനർ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവർ, എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക? നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാലും നിങ്ങൾ അതിന് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത 70% എബോവ് ആണ്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും കൊളാപ്സ് ആയ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് നമ്മൾ നൽകിയിരിക്കണം. അതിന് മെയിനായിട്ട് വേണ്ടത് ട്രെയിനർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾ ഇപ്പോൾ കൊളാപ്സ് ആയ ഒരാളെ നേരെ ഈ പറഞ്ഞ കണക്ക് അത് റിമൂവ് ദ പേഷ്യൻറ്റ് ഫ്രം ദ ഡേഞ്ചർ ഓർ റിമൂവ് ദ ഡേഞ്ചർ ഫ്രം ദ പേഷ്യൻ്റ് എന്നാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ ഫസ്റ്റ് പ്രോട്ടോക്കോൾ. ആളിനെ മാറ്റി കിടത്തുക, നിരപ്പായ ഒരു സ്ഥലത്ത് കിടത്തുക, പുള്ളിയുടെ ബ്രീത്ത് ചെക്ക് ചെയ്യുക, കരോട്ട് പൾസ് ചെക്ക് ചെയ്യുക, പൾസ് ഇല്ലെങ്കിൽ മാത്രം CPR സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഡോക്ടർ ശ്രീലക്ഷ്മിക്ക് അത് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമ്മൾ എത്ര സമയത്തിനുള്ളിലൊക്കെ എത്തിക്കണം? കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പിന്നീട് കുറേ നേരം അവർ ചിലപ്പോൾ അവിടെ കിടക്കും, ഒറ്റയ്ക്കൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ അവിടെ ആ സമയത്ത് ആരും ഉണ്ടാവില്ല. പിന്നെ CCTV എടുത്ത് പരിശോധിക്കുമ്പോഴാണ് കുറേ നേരമായി ഇവിടെ കിടന്നിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കേസിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എപ്പോഴത്തേക്ക് നമ്മൾ ഏത് സമയത്ത്, അല്ലെങ്കിൽ ഈ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് എന്ന് ഉദ്ദേശിച്ചത് ആ വ്യക്തി എക്സസൈസ് ചെയ്യുന്ന വ്യക്തി ഹാർട്ട് റേറ്റ് കൂടുതൽ മനസ്സിലാക്കിയിട്ട് സ്വയം ഒന്ന് റെസ്റ്റ് എടുക്കുക. ഇനി അതല്ല, നമ്മൾ കുഴഞ്ഞു വീണ് പോയി എന്ന് വെച്ചോ, കുഴഞ്ഞു വീണ് പോകുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് നമുക്കൊരു ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ CPR തുടങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. CPR പൾസ് നോക്കിയിട്ട് ആദ്യമേ കുഴഞ്ഞു വീഴുന്ന വ്യക്തിയെ ശരീരത്തിൻ്റെ തലയുടെ ലെവലിൽ വന്ന് നിന്ന് ആ കണ്ടു നിൽക്കുന്ന വ്യക്തി വന്നൊന്ന് അസസ് ചെയ്യുക, പൾസ് ഉണ്ടോ എന്ന് നോക്കുക, ചെസ്റ്റ് റൈസ് ആവുന്നുണ്ട്, അതായത് ബ്രീത്തിങ് ഉണ്ടോ. ഇത് രണ്ടും ഇല്ല, അത് നമ്മുടെ നെഞ്ചത്ത് ആഞ്ഞൊന്ന് തട്ടി വിളിച്ചാൽ ചിലപ്പോൾ ഉണർന്നേക്കാം. അപ്പോൾ ഉണരാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് പൾസും കൂടി ഇല്ല. പൾസ് നോക്കുന്നത് നമ്മുടെ ഈ തൈറോയിഡിൻ്റെ ഫ്രണ്ടിലത്തെ അതിൻ്റെ സൈഡിലേക്ക് ഉള്ളൊരു സ്ലൈഡ് ചെയ്ത് പോകുമ്പോഴുള്ള ആ ഗ്രൂവിൽ ഈ 2 വിരൽ വെച്ച് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് പാൽപ്പേറ്റ് ചെയ്യുന്നത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൾസ് ഇടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. അതെല്ലാം BLSൻ്റെ ക്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ CPR തുടങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഹൃദയം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ഹൃദയം ഇടിപ്പ് വന്നാൽ കംപ്രഷൻ കൊടുത്ത് നമ്മൾ കംപ്രസ് ചെയ്ത് സർക്കുലേഷൻ ബ്രെയിനിൽ എത്തിച്ചാൽ മാത്രമേ ബ്രെയിനിൽ ഓക്സിജൻ എത്തുന്നുള്ളൂ. അപ്പോൾ ബ്രെയിനിൽ എപ്പോഴും ഒരു 3 to 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ഓക്സിജൻ കിട്ടുന്നില്ല, അത് കണ്ടിന്യൂസ്ലി കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് വന്നു തുടങ്ങും. നമ്മൾ കഴിഞ്ഞ ദിവസം ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ച ഒരു മിലിന്ദ് എന്ന് പറഞ്ഞ വ്യക്തി, ആ പുള്ളിക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഒരു ഫസ്റ്റ് എയ്ഡും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ജിമ്മിൽ വെച്ചേ ഫസ്റ്റ് എയ്ഡ് CPRഉം റെസിസ്റ്റേഷനും ഹെൽപ്പും മെഡിക്കൽ അസിസ്റ്റൻസും വന്ന് തുടങ്ങിയിട്ടാണ് ആംബുലൻസിൽ അതെല്ലാം കിട്ടിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പുള്ളി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അതാണ് ശ്രീ അൻവർ, അവിടെ വലിയൊരു വീഴ്ച വരുന്നുണ്ടല്ലേ? അവിടെ ഈ താങ്കൾ പറഞ്ഞതുപോലെ നമ്മളൊരു ജിമ്മിൽ പോയി ചേരുമ്പോൾ നമ്മൾ PT എടുത്തില്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം അവരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. പക്ഷേ എത്ര ജിമ്മുകൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ട്രെയിനർ ഏർലി മോർണിംഗ് ക്ലയൻസിനെ ശ്രദ്ധിച്ചിരുന്നില്ല. അതെ,
അയാൾ വന്നു, ജിം ഓപ്പണാക്കി കയറി വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്തപ്പോൾ ഈ സംഭവം അവിടെ നടന്നു. അതിനുശേഷം പുള്ളി ആരോ വിളിച്ച ശേഷമാണ് പുള്ളി അവിടെ വരുന്നത്. അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ ഗോൾഡൻ ടൈം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഓൺ ടൈമിൽ പുള്ളിക്കാരന് CPR കൊടുത്തിരുന്നെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രീ അൻവർ നമ്മൾ കാണുന്നത് ഈ ചലഞ്ചസ് ആണ്. പ്രത്യേകിച്ച് ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ 30 ദിവസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള ചലഞ്ചുകൾ എടുക്കുക. അത് എങ്ങനെയെങ്കിലും ചലഞ്ച് എടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഫുഡൊന്നും കൺട്രോൾ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് ആകൃഷ്ടരാകും. നമുക്ക് അതാണല്ലോ ഏറ്റവും പാട്. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്? മാഡം, ഇൻ റിയാലിറ്റി ജിമ്മിനകത്തുള്ള ഒന്നാമത്തെ ഗോൾഡൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ അക്സെപ്റ്റ് എ ചലഞ്ച് എന്നാണ്. ചലഞ്ച് തീർച്ചയായിട്ടും പ്രലോഭനങ്ങൾ വരും. പക്ഷേ നിങ്ങൾ ഒരിക്കലും, എൻ്റെ ബോഡിയും താങ്കളുടെ ബോഡിയും ഡിഫറൻ്റ് ആണ്, മനസ്സിലായില്ലേ? ഒരേ വെയിറ്റ് ആയിരിക്കാം, ഒരേ ഏജ് ആയിരിക്കാം, പക്ഷേ നമ്മൾ രണ്ട് കാലിബർ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം മാമിന് ചെയ്യാമോ, മാം ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാനോ കഴിയില്ല, മനസ്സിലായില്ല? അത് ഒരിക്കലും ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യരുത്, സഡൻ ചലഞ്ചസ്. പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് പറഞ്ഞ പ്രോഗ്രസീവായിട്ട് നിങ്ങൾക്ക് ഓവർലോഡ് ചെയ്ത് രണ്ടുപേരും ഒരേ സ്ട്രെങ്തിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് 30 ദിവസം കൊണ്ട് 15 കിലോ കുറയ്ക്കാം, അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് വരുന്നുണ്ട്. ഒരിക്കലും അത് ഒരു ഹെൽത്തി വേ അല്ല. ഒരിക്കലും ഒരു വീക്കിൽ 1 പൗണ്ട്, ഒരു മാസത്തിൽ 2 കിലോ, അങ്ങനെയൊക്കെയാണ് സേഫായിട്ട് നമുക്ക് വെയിറ്റ്. അത് ഡോക്ടർ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ചലഞ്ചസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ല ഒരിക്കലും ഇതേപോലുള്ള റിയലിസ്റ്റിക് അല്ലാത്ത ചലഞ്ചസിന് നിങ്ങൾ ഒരിക്കലും കൈ കൊടുക്കരുത്. അതെ, ഞാൻ ഡോക്ടറിലേക്ക് വരാം. ഹെൽത്തി ചലഞ്ചസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് ശ്രീ അൻവറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ സമയം, അതായത് നമ്മൾ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്ര സമയമേ അത് യൂസ് ചെയ്യാവുള്ളൂ എന്ന് എഴുതിയിരിക്കും. അതൊരിക്കലും അവിടുത്തെ കറണ്ട് ലാഭത്തിന് വേണ്ടിയിട്ടല്ല, അത്രയേ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലയിടത്ത് മിക്ക ജിമ്മുകളിലും നമ്മൾ കാണും. അതേ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല അത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കത് എത്ര പറ്റും, സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്രയാണ് പറ്റുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു ട്രെയിനറുടെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമില്ല. മാം പറഞ്ഞത് കറക്റ്റാണ്. ഈ ട്രെഡ്മിൽ ടൈം എഴുതിയേക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ട്രെഡ്മിൽ കേടാവാതിരിക്കാനും സമയം ലാഭിക്കാനും തന്നെയാണ്, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മാം, ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൻ്റെ ഒരു ബേസിക് അപ്രോച്ച് ഉണ്ട്. അതായത് കമ്പോണൻസ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയും. ഫിറ്റ്നസ്സിന് ചില കമ്പോണൻസ് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള ഫിറ്റ്നസ് കമ്പോണൻസ് ആണ് എറോബിക് എൻഡുറൻസ്, മസ്കുലാർ എൻഡുറൻസ്, മസ്കുലാർ സ്ട്രെങ്ത്, ബോഡി കമ്പോസിഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. ഈ 5 കമ്പോണൻറ്റേ നമ്മൾ ജനറൽ ക്ലയൻസിന് ആവശ്യമുള്ളൂ, മനസ്സിലായില്ലേ? നമ്മുടെ ഏത് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കണ്ടല്ലോ എറോബിക് എൻഡുറൻസ്. എറോബിക് വർക്കൗട്ടുകളാണ് നമ്മൾ ട്രെഡ്മില്ലിൽ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു ഫിറ്റ്നസിൻ്റെയും ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് എറോബിക് എൻഡുറൻസ് ആണ്. എറോബിക് എൻഡുറൻസ് ഇല്ലാത്ത ഒരാളിന് ബാക്കി 5 കമ്പോണൻസും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡെവലപ്പ് ആവത്തില്ല. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും എറോബിക് എൻഡുറൻസിനെ മറന്നിട്ട് മസ്കുലാർ സ്ട്രെങ്ത് മാത്രമാണ് ഇവർ ട്രെയിൻ ചെയ്യുന്നത്. അതൊരു റോങ് വേ ഓഫ് അപ്രോച്ചാണ്. നമുക്ക് സ്ട്രെങ്ത് മാത്രം പോരാ, ഈ പറഞ്ഞ 5 കമ്പോണൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഒരു കറക്റ്റ് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രോഗ്രാമിനകത്ത് ഈ 5 കമ്പോണൻസും ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ വർക്കൗട്ടുകളും ഉണ്ടാവും. എറോബിക് എൻഡുറൻസ് ഉണ്ടാവും, മസ്കുലർ സ്ട്രെങ്ത് ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും, എൻഡുറൻസ് ഉണ്ടാവും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, ബോഡി കമ്പോസിഷൻ ഉണ്ടാവും. ഈ 5ആണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കുറച്ച് എക്സ്ട്രാ സ്പോർട്സ് റിലേറ്റഡ് കമ്പോണൻസ് ഉണ്ട്, അജിലിറ്റി, ബാലൻസ്, അങ്ങനെയുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അത് സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അത് അങ്ങനെ ഒരു അത്ലറ്റ് വരികയാണ്, എനിക്ക് അജിലിറ്റി ഇൻക്രീസ് ചെയ്യണം, അപ്പോൾ അജിലിറ്റിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ട്രെയിനർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറൽ ക്ലയൻറ്റ് വന്നാൽ ഇവരുടെ ഈ 5 കമ്പോണൻറ്റ് ഡെവലപ്പ് ചെയ്യുക. അതിൽ തന്നെ ബേസ് എന്ന് പറയുന്നത് എറോബിക് എൻഡുറൻസ് ആണ്. ഇവിടെ ഇപ്പോൾ എറോബിക്കിനെതിരെ ഭയങ്കരമായിട്ട് ഒരു പ്രൊപ്പഗാൻഡൊക്കെ നടക്കുന്നുണ്ട്. എറോബിക്കിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മസിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ലോഞ്ചിവിറ്റി കിട്ടത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഈ 5 കമ്പോണൻറ്റും ഈക്വലാണ്, 5ഉം ഒരേപോലെ ഡെവലപ്പ് ചെയ്യണം. ശരി ഡോക്ടർ ശ്രീലക്ഷ്മി, നമ്മൾ ഈ വനിതകളെ കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു 30+ അതാവുമ്പോഴേക്കും നമുക്കൊരു ടെൻഷനാവും, നമുക്ക് സ്ട്രെങ്ത് കുറയുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വയറ് ചാടുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലേക്ക് വരും. പിന്നെ ജിമ്മിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ഈ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെയുള്ള ചെക്കപ്പ് ഒന്നും നടത്തിയിട്ടായിരിക്കില്ല പോകുന്നത്, ഒരുപാട് അസുഖങ്ങളും കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത്. ആ ഒരു ഫേസിൽ നമ്മൾ ജിമ്മിനെ ഏത് രീതിയിലാണ് കാണേണ്ടത്?
നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴായാലും ഒരു 30+ ഒക്കെ കഴിഞ്ഞ ഒരു ചെക്കപ്പ് നടത്തിയിരിക്കുന്നത് എപ്പോഴും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് അഡ്വൈസബിൾ ഒരു ഫസ്റ്റ് ചെക്കപ്പ് നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ അങ്ങോട്ട് തുടർന്ന് പോകുന്തോറും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. ബേസിക്കായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ പോലെയാണ്, ഒരു ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ പതുക്കെ ടൈം എടുത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആണ് ഇതൊക്കെ. നമ്മൾ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഡയറ്റ് നോക്കുന്നതിനേക്കാളും നമുക്ക് ഇപ്പം സിമ്പിളായിട്ട് പറയുമെങ്കിൽ വൈറ്റ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അതായത് വൈറ്റ് കളറിലുള്ള സാധനങ്ങൾ, ഷുഗർ, റൈസ്, അങ്ങനെ ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ക്വാണ്ടിറ്റി കൂട്ടുന്നു. ഫ്രീക്വൻസി ഓഫ് മീൽസിൽ തന്നെ ലോ ക്വാണ്ടിറ്റിയിൽ ഫ്രീക്വൻറ്റ് ഷോർട്ട് മീൽസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അൺനെസസറി സ്നാക്കിങ്സ് അവോയ്ഡ് ചെയ്യുക, ഫ്രൈഡ് അതൊക്കെ ഇതെല്ലാം ജനറലി പറയുന്ന കാര്യങ്ങൾ. പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക്, അത് ഈ സപ്ലിമെൻറ്റ്സിലേക്കൊക്കെ അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയും. എങ്കിലും 1 gram per kg per ഡേ, അതായത് ഒരു ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ ഇൻറ്റു 1 gram, അതാണ് ആ വ്യക്തിക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ ഇൻടേക്ക്. അപ്പോൾ അതിന് നാച്ചുറലി കിട്ടുന്ന ഫുഡിൽ നിന്ന് തന്നെ കിട്ടാൻ ശ്രമിക്കുക. പിന്നെ മെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ അവർ മസിൽ ബിൽഡ് ചെയ്യാനും ബോഡി ബിൽഡപ്പിനും ഒക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. അങ്ങനെയുള്ള കേസസിലും കഴിവതും നമ്മുടെ കിഡ്നിയാണ്. അപ്പോൾ അതിന് ബ്ലഡ് ചെക്കപ്പ് ഒന്ന് ചെയ്ത് RFT ഒന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, ഇതൊക്കെ ബേസിക് ചെക്കപ്പിൽ വരുന്നതാണ്. ചെയ്ത് നോക്കിയാൽ കിഡ്നിയുടെ സൈസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കല്ലുണ്ടോ, അല്ലെങ്കിൽ കിഡ്നി ക്രിയാറ്റിൻ്റെ ലെവൽ അത് കൂടുകയാണെങ്കിൽ കിഡ്നി ഡാമേജ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടും പ്രോട്ടീൻ ഡയറ്റും ക്രിയാറ്റിൻ ഡയറ്റും ഒക്കെ എടുക്കുന്നവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അൻവർ സാറിനോട് നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. എന്തൊക്കെയാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത്? നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടാത്ത, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം, ഫുഡ് കഴിക്കലൊക്കെ കണക്കായിരിക്കും, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അവർ സ്വന്തം കാര്യം നോക്കുക. നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, അതിപ്പോഴും തുടർന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറാൻ കുറേയൊക്കെ സമയം എടുക്കുമെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ ശ്രീലക്ഷ്മി? എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കുക, എന്താണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത്? അതെന്തെങ്കിലും രീതിയിലുള്ള ദോഷമുണ്ടാക്കുമോ? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജിംനേഷ്യത്തിൽ പോകുന്ന പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഗോൾ അനുസരിച്ചിട്ടാണ് അവർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാർ, അവർക്ക് സപ്ലിമെൻറ്റിൻ്റെയും ആവശ്യമില്ല. ഫുഡ് കഴിക്കുന്നു, അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, അതിനെ കറക്റ്റ് മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, വേറൊന്നുമില്ല, സപ്ലിമെൻറ്റ്സ് ഇല്ല. വേറൊരു ടീം വരുന്നത് ബോഡി ബിൽഡേഴ്സാണ്. ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസ് ട്രെയിനിങ്ങും രണ്ടാണ്. ബോഡി ബിൽഡേഴ്സിന് ഈ പറഞ്ഞ പോലെ സപ്ലിമെൻറ്റ്സ് വേണം. അവർക്ക് നോർമൽ ഫുഡിൽ നിന്നും അത്രയും മസിൽ മാസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയും ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് ഹോൾ ഫുഡ് തന്നെയാണ്. സപ്ലിമെൻറ്റ് ഈസ് ഓപ്ഷണൽ, മനസ്സിലായി? ഓപ്ഷണലാണ്, കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലഞ്ച് കഴിക്കണം, ലഞ്ച് സമയം സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് അത്രയും പ്രോട്ടീനും മറ്റൊക്കെ ബോഡി ചെല്ലണം, അപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അങ്ങനെയുള്ളവർക്കാണ് ഈ സപ്ലിമെൻറ്റേഷൻ വെച്ചേക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രോട്ടീൻ പൊടിയും മറ്റും കഴിക്കേണ്ട ആവശ്യമില്ല. അത് ദോഷമുള്ള കാര്യമല്ല. അതെല്ലാം ലാബ് ടെസ്റ്റഡ് ആണ്. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, FSSAI സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് അവരെല്ലാം. മോശമായ കാര്യങ്ങളല്ല. പക്ഷേ സപ്ലിമെൻറ്റ് ഈസ് ഓപ്ഷണൽ. ഓക്കെ, ഹോൾ ഫുഡിൽ നിന്ന് തന്നെ എപ്പോഴും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും അബ്സോർവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ കണക്ക് കൂടുതൽ കാലം നമുക്ക് ലോങ് റണ്ണിന് അതാണ് നല്ലത്. ശരി, എന്തായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ വലിയ ആശങ്ക നമുക്ക് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഏത് രീതിയിലാണോ പോകേണ്ടത് ആ രീതിയിൽ പോയാൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഡോക്ടറും സാറും നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. താങ്ക് യു. ഇടവേള.